തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ലോക മതങ്ങളെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നൊരു പ്രൊഫസറാണ്, ഒരു വൈദികനാണ് ഡോക്ടർ തോമസ് കുളങ്ങര അച്ഛൻ്റെ ക്ലാസ് വളരെ മനോഹരമാണ്. അച്ഛൻ്റെ ക്ലാസ്സുകൾക്ക് ശേഷം ഞാൻ അച്ഛനെ വളരെ വ്യക്തിപരമായി കണ്ട് അഭിനന്ദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എങ്ങനെയാണ് ഇത്രമാത്രം നന്നായിട്ട് ഒരുങ്ങുന്നത്? അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻ്റണിയച്ചോ, ഞാൻ ഡീക്കനായിരിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഹോമിലി നൽകി ഇടവക്കാരെല്ലാവരും അച്ഛനെ അഭിനന്ദിച്ചു, സിസ്റ്റേഴ്സ് അഭിനന്ദിച്ചു. പക്ഷേ അച്ഛൻ്റെ വികാരി അച്ഛൻ മാത്രം അഭിനന്ദിച്ചില്ല. അപ്പോൾ അച്ഛന് സങ്കടമായി. രാത്രി ഈ വികാരി അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അച്ഛൻ എൻ്റെ ഹോമിലി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു, ദർ ഈസ് സ്റ്റിൽ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്, ഇനിയും ഒത്തിരി നന്നാക്കാനുണ്ട്. അച്ഛന് വിഷമം തോന്നി. അച്ഛൻ്റെ ഹോമിലി നല്ലതാണെന്ന് അച്ഛൻ ചിന്തിച്ചപ്പോൾ വികാരി അച്ഛൻ പറയുകയാണ്, ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. എന്നിട്ട് ഈ തോമാസ് അച്ഛൻ എന്നോട് പറയുന്നത്, ആൻ്റണിച്ചോ, ആദ്യം അതെനിക്ക് നെഗറ്റീവായി തോന്നിയെങ്കിലും പിന്നീട് ഞാൻ എവിടെ ക്ലാസ് എടുത്താലും എന്ത് പ്രസംഗം പറഞ്ഞാലും ആളുകളൊക്കെ എന്നെ അഭിനന്ദിക്കുമ്പോഴും എൻ്റെ ആദ്യത്തെ വികാരിയച്ഛൻ്റെ കമൻറ്റ് ഞാൻ തന്നെ എന്നോട് പറയും, ദർ ഈസ് സ്റ്റിൽ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്, ഇനിയും ഒത്തിരി നന്നാക്കാനുണ്ട്. അപ്പോൾ സ്വയം വിമർശിച്ചുകൊണ്ട് സ്വന്തം അഹങ്കാരത്തിൻ്റെ കമ്പുകൾ വെട്ടിക്കളഞ്ഞപ്പോൾ കൂടുതൽ ഫലമുണ്ടായി. യേശു പറഞ്ഞില്ല, എൻ്റെ പിതാവ് ചില കമ്പുകൾ മുറിച്ച് കളയുമ്പോൾ കൂടുതൽ ഫലം ഉണ്ടാകുമെന്ന്. നമുക്ക് നമ്മളിലെ അഹങ്കാരത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവനാണ് എന്ന ചിന്തയുടെ കമ്പുകൾ വെട്ടിമാറ്റാൻ ദൈവത്തെ അനുവദിക്കാം. കാരണം നമ്മുടെ കർമ്മപദങ്ങളിൽ നമ്മൾ കൂടുതൽ ഫലമുള്ളവരായിട്ട് മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.